ഇന്ന് ഞാൻ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തിരുന്നു. അത് ലോജിക്കാണ് ഞാനിപ്പോ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോ കാണുന്നത് വെച്ചാൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് ആണ്. ഞാൻ ഫ്യൂച്ചർ ചാർട്ടിനെ പൊതുവെ നോക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന ഏരിയ ജസ്റ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്ത ഏരിയ ആണ് ഞാനിപ്പോ ഈ മാർക്ക് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് എടുത്തിരുന്നു ഇന്നലെ ലാസ്റ്റ് സ്വിംഗ് റെസിസ്റ്റൻസ് എടുത്ത ഏരിയയാണ് ഇപ്പൊ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ബയേഴ്സ് എന്ന ഏരിയ കൂടി ഞാനിപ്പോ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു 3 പോയിന്റ്സ് ആണ് ഞാൻ മാർക്കറ്റിൽ മോണിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓപ്പൺ ആയിരിക്കുന്നത് ഒരു 60 പോയിന്റ്സ് അറൗണ്ടിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അതായത് ഫസ്റ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് 5 മിനിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാകുമ്പോൾ ലാസ്റ്റ് ഇന്നലെ ബൈ ചെയ്ത ഏരിയന്ന് ഉള്ള വാങ്ങിയവർക്ക് ബൈ ചെയ്തവർക്ക് ഈ ടൈം ഓൾറെഡി പ്രോഫിറ്റിലായിരിക്കും. പ്ലസ് ഗ്യാപ്പ് അപ്പ് കൂടി എന്നൊരു പ്ലസ് ഒരു ഗ്രീൻ ക്യാൻഡിയുടെ കാണിക്കുന്ന ഒരു പ്രോഫിറ്റ് ഒരു കൂടുതലായി. അതായത് നോർമൽ ഉള്ളതിനേക്കാൾ അവർക്ക് ബെറ്റർ ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല നെഗറ്റീവ് സെന്റിമെന്റാണ് മാർക്കറ്റിൽ മൊത്തത്തിലുള്ളത്. അപ്പോ എത്രയും പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാനുള്ള ചാൻസ് അവർ നോക്കുള്ളൂ കൂടുതൽ. അതുമല്ല മാർക്കറ്റ് എത്തുന്നത് നേരെ റെസിസ്റ്റൻസിലേക്കാണ്. അപ്പോൾ അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവെ നോക്കുന്നത് ചില 5 മിനിറ്റ് അല്ല 3 മിനിറ്റിനാണ് ചാർട്ട് ഞാൻ നോക്കുന്നത്. അത് 3 മിനിറ്റിൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. 3 മിനിറ്റിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് വന്നത്. സെക്കൻഡ് ക്യാൻഡിൽ വന്നിരിക്കുന്ന ഒരു റിജക്ഷൻ ക്യാൻഡിലാണ്. ഞാനിത് മാർക്ക് ചെയ്ത് കാണിച്ചുതരാം. ഒരു റിജക്ഷൻ ക്യാൻഡിലാണ്. ടോപ്പിൽ വിക്ക് റിജക്ഷൻ വന്നിട്ടുണ്ട്. അവിടെ സെല്ലേഴ്സിന്റെ ഒരു പ്രസൻസ് ഉണ്ട്. തേർഡ് ക്യാൻഡിൽ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ആണ്. അത് എൻഗൾഫ് ആവുന്നതിന് മുന്നേ അത് ക്ലോസ് ആവുന്നതിന് മുന്നേ ഞാൻ എൻട്രി എടുത്തായിരുന്നു. അതായത് ഫസ്റ്റ് ക്യാൻഡിലിനെ ബോഡി ഏകദേശം ക്ലോസ് ചെയ്ത് വന്നപ്പോഴേക്കും തന്നെ ഞാൻ ഓൾറെഡി അവിടെ എൻട്രി പോയിരുന്നു. ഞാനിപ്പോ എൻട്രി അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ എൻട്രി പോയ പ്ലേസ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അത് ഈ ഒരു പോയിന്റിലാണ് ഞാൻ എൻട്രി പോയത്. അത് കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നു. അതായത് ഒരു സപ്പോർട്ട് ഏരിയയിലേക്കാണ് മാർക്കറ്റ് എത്തുന്നത്. പക്ഷെ ആ സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തിയിട്ടും മാർക്കറ്റിന് അവിടെ പ്രത്യേകിച്ചും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. മാർക്കറ്റ് മീൻസ് ബയേഴ്സിന് അവിടെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു ഏരിയയിൽ ആ മാർക്കറ്റിന്റെ ക്യാൻഡിൽസ് നോക്കുക, ബയേഴ്സിന്റെ ക്യാൻഡിൽസ് നോക്കുക. വളരെ വീക്ക് ആയിട്ടുള്ള ക്യാൻഡിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു ഏരിയയിൽ വന്നിരിക്കുന്ന ബയേഴ്സ് ഫസ്റ്റ് വന്ന ഒരു സെല്ലിംഗ് ക്യാൻഡിലിന്റെ അല്ല തേർഡ് ക്യാൻഡിലിന്റെ സെല്ലിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒട്ടും സ്ട്രോങ് അല്ല. ഭയങ്കര വീക്ക് ആയിട്ടുള്ള ബയേഴ്സിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്റെ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഗ്യാപ്പ് ഫില്ലാവുന്നതിന്റെ അവിടെയാണ് എന്റെ ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ വെച്ചിരുന്നത്. അതും ഞാനിപ്പോ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. കാരണം വെച്ചാൽ ഗ്യാപ്പ് ഫില്ലാവുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് എന്റെ ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ടായിരുന്നത്. അവിടെ ഞാൻ ഒരു 50% എന്റെ ക്വാണ്ടിറ്റി ഞാൻ ബുക്ക് ചെയ്തു. ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഞാൻ ബുക്ക് ചെയ്തത് നെക്സ്റ്റ് സപ്പോർട്ടിന്റെ അടുത്താണ്. ഞാനിപ്പോ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് എന്നെ നെക്സ്റ്റ് സപ്പോർട്ടായിട്ടാണ് സെക്കൻഡ് ടാർഗറ്റ്. ഞാൻ അതിന് താഴേക്കുള്ള ഏരിയയിലേക്ക് ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. അതിന് ഓൾറെഡി മുന്നേ തന്നെ സപ്പോർട്ട് ലെവൽ എത്തിയപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി എക്സിറ്റ് ചെയ്ത് മാറുമായിരുന്നു ഫുള്ള്. പിന്നെ മാർക്കറ്റ് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ പിന്നെ അങ്ങോട്ട് വേറെ എൻട്രി ചാൻസസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. ബൈയിങ് സൈഡിൽ ഞാൻ ഓൾറെഡി എൻട്രി കിട്ടി ഞാൻ എടുത്തില്ല. കാരണം വെച്ചാൽ ഓൾറെഡി നെഗറ്റീവ് സെന്റിമെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അത് ഒഴിവാക്കുമായിരുന്നു.